വെള്ളിച്ചില്ലം വിതറി അങ്ങനെ ആ വിതറി ചെതറിപ്പ് അത്രേ ഉള്ളൂ. അറ്റ് എ ടൈം ഒരാളെ അവന് സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ. അത് ഓൾറെഡി ഇവിടെ ഈ ജീവൻ കൊടുത്തു കഴിഞ്ഞു. ഒന്നിൽ കൂടുതൽ റിമിക്ക് കൊടുത്തു. ഇനിയിപ്പോ അത് നിവർത്തിയില്ല. അണ്ണ എനിക്ക് കുറച്ചൊക്കെ വിഷമമുണ്ട്, പക്ഷെ പാട്ട് അണ്ണൻ കലക്കി പാടി. എനിക്ക് അതിൻ്റെ അകത്തെ ചിറകുള്ള മിഴികൾ എന്നുള്ളതിൻ്റെ ആ തിങ്സ് ഒക്കെ ഇട്ടത്, അത് മാത്രമല്ല അണ്ണൻ ചുറ്റുമുള്ള പല കാര്യങ്ങളിലും ഉണ്ടല്ലോ, അണ്ണൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്ന് ഒന്നിലും ചഞ്ചലപ്പെടാതെ. പക്ഷേ എന്തിലും ചഞ്ചലപ്പെട്ടില്ല, അണ്ണന് വേണ്ട ഡാൻസ് വേണ്ടാന്ന് വെക്കായിരുന്നു. ആ പെൺകുട്ടി വന്നിട്ട് എന്ത് രസമായിട്ട് റിമി മോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, എനിക്ക് ആ പെർഫോമൻസിനോട് താല്പര്യമില്ല, എനിക്ക് പാടിയാൽ മതി എന്ന് പറയുന്നു. അതുകൊണ്ട് ഇതെന്റെ ഹൃദയമാണെന്ന് വെച്ചോ കേട്ടോ. ഇനി ഈ പാട്ടിലൂടെ അണ്ണൻ ചെയ്ത് എന്താണെന്നറിയണോ? ഈ ഒരു ഇതിലൂടെ ഒരാൾക്കും ഹൃദയം കൊടുക്കുന്ന പരിപാടിയില്ല. സ്നേഹവും ഹായ് ബായ് ഒക്കെ ഉണ്ട്, ഹൃദയം കോലൊടിച്ചിട്ടു. എന്റെ കൺമുന്നിലാണ് അണ്ണൻ കാണിച്ചു തന്നത്. റിമിമോളെ അത് അവൻ പറഞ്ഞല്ലോ, അനുവാദം ഇല്ലാതെ ചെയ്തേന്ന് പറഞ്ഞു. ലൈഫിൽ എപ്പോഴും ഒരാൾക്ക് ഹാപ്പി ആയിരിക്കാൻ പറ്റില്ല മീനൂട്ടി. ചിലത് കൺമുന്നില് നമ്മളിങ്ങനെ വേദനിപ്പിച്ചാലും നമ്മൾ അണ്ണന്റെ മനസ്സിൽ എന്തായിരിക്കും അറിയോ? പുല്ല് ആർക്ക് തന്നിരുന്ന അങ്ങ് പോവായിരുന്നു. അങ്ങനെയാണോടാ? അപ്പൊ ഇച്ചിരി പോലും കണ്ടോണ്ടിരിക്കാൻ പോലും നിനക്ക് താല്പര്യമില്ല അല്ലേ? അതൊന്നുമില്ല. പിന്നെ പറ, മനസ്സ് തുറന്നു. മാർക്ക് പറയാം, എന്നാലും മനസ്സിൽ എന്താ തോന്നിയെന്ന് ഇപ്പൊ പറഞ്ഞു. കൊറേ തവണ പറയാമോ നീ എന്ന് പറയുമ്പോ ഇങ്ങനെ കൈ കാണിച്ചായിരുന്നു. എന്നിട്ട് വേറെ പെണ്ണിനെ കെട്ടിപ്പിടിച്ചിട്ട് എന്നാണ് സഹിച്ചില്ല. റിമിക്ക് സഹിച്ചു. ഇവിടെ ഭയങ്കര പ്രശ്നമായിരുന്നു. സാരില്ല, അയ്യോ എല്ലാം നമ്മൾ അനുഭവിക്കണം. റിമി നമുക്ക് വേറെ അണ്ണനെ എടുക്കാം. അതെ അതെ, ധൈര്യമായിട്ട് കേട്ടോ. ആരെയും കൂട്ടരൊക്കെ ഉണ്ടല്ലോ, പറഞ്ഞ് സോൾവ് ചെയ്ത്. സാരമില്ലട ചക്കരയല്ല, പോട്ടെ. ഞങ്ങള് ചുമ്മാ തമാശക്ക് ഓരോന്ന് പറയണല്ലേ. നിന്നെ അങ്ങനെ എന്റെ നെഞ്ചിന്ന് എടുത്ത് കളയാൻ പറ്റുമോ എനിക്ക്? നിന്റെ മുത്തല്ലേടാ. പിന്നെയും തുടങ്ങി ഒന്ന് പോയെന്ന് വിചാരിച്ചതാണ്. നിങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്യേ നിങ്ങൾക്ക് വേണ്ടിട്ട്. അങ്ങനെ ഒരാൾ നിർബന്ധിച്ചൊന്നും അന്നാദ്യം കണ്ട നാൾ മുതലുള്ളിൽ പെണ്ണവളാണേ, കണ്ടാലും കണ്ടാലും കൊതി തീരാ നൊമ്പരമെന്താവോ. എന്റെ അടുത്ത് വന്നില്ലേ ആകെ നാണം കിട്ടും. അടുത്തേക്ക് വരെ അടുത്ത് പോയി കൊടുക്കണ്ണ. എടാ ഇതിലേ വരെ വേറെ പിടിച്ചോളെ. എടാ എവിടെ നീ? ഇവിടെയല്ലേ വരണ്ടേ? എന്നോരമവൾ മിന്നാരം ചിരി തൂകും കണ്ണഴകായി, കൺചിമ്മാതെ നിറം മങ്ങാതെ മനം തേടും പൊൻകണിയായി. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടല്ലോ. ഞാനിവിടെ എത്ര റോസാപ്പൂക്കൾ, എത്ര ബലൂണുകൾ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാരും വന്ന ദിവസം. അതെ, അല്ല ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ പാട്ടിൽ കൂടുതൽ മാർക്ക് ഒന്നും വേണ്ട എന്നുള്ള സത്യസന്ധതയൊക്കെ അണ്ണം പറഞ്ഞു. അതേപോലെ മാർക്കിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? എനിക്ക് കൂടുതൽ മാർക്ക് കൂടി പോയി അങ്ങനെ പറയാറുണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ?